ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഒരു പ്രോട്ടോടൈപ്പ് ഒബ്ജക്റ്റ് അതേപോലെ തന്നെ ഒരു പ്രോപ്പർട്ടികൾ ഉപയോഗിച്ച് ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് എന്ന രീതി ഉപയോഗിക്കുന്നു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നൾ ഉപയോഗിച്ച് ഒരു പ്രോട്ടോടൈപ്പ് അല്ലാത്ത ഒരു ഒബ്ജക്റ്റിനെ നിർമ്മിക്കാൻ കഴിയും. ഒബ്ജക്റ്റ് ക്രിയേറ്റ് നിർദ്ദിഷ്ട പ്രോട്ടോടൈപ്പ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചും നമുക്ക് പുതിയ ഒബ്ജക്റ്റ് നൽകുന്നു. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എങ്ങനെ നമുക്കിത് ചെയ്യുന്നു എന്ന് നോക്കാം. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു കോൺസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമുക്കിതിനൊരു പേര് ചേർത്ത് കൊടുക്കാം. ഞാനിതിന് പ്യൂപ്പിൾ എന്ന് പേര് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പേരെന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് പ്രിന്റ് ഇൻട്രോഡക്ഷൻ എന്നൊരു വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇൻട്രോഡക്ഷൻ എന്നുള്ളൊരു വേരിയബിൾ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് കോളൻ ഇട്ടതിന് ശേഷം നമ്മളിവിടെ ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഫംഗ്ഷന് നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു ഫംഗ്ഷന് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കൺസോൾ ഡോട്ട് ലോക്ക് എന്ന് ചേർത്തതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ കീബോർഡിൻ്റെ ഉള്ളിൽ 1 എന്ന കീൻ്റെ നേരെ, അതായത് ടാബ് എന്ന കീൻ്റെ നേരെ മുകളിലൊരു സിംഗിൾ ഇൻവെർട്ടർ കൊട്ടേഷൻ ഇട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൈ നെയിം ഈസ്. എന്നിട്ട് നമുക്കിവിടെ നെയിം പ്രിന്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു $സൈൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക ദിസ് ഡോട്ട് നെയിം എന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ബ്രാക്കറ്റിന് പുറത്തായിട്ട് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുക ഐ ആം ഹ്യൂമൻ എന്നുകൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അതിനുശേഷം അതവിടെ അതിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ് $സൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ദിസ് ഡോട്ട് ഈസ് ഹ്യൂമൻ എന്നുകൂടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ഇൻവെർട്ടർ കോമ നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് സെമിക്കോളനും അറ്റ് ലാസ്റ്റ് വെച്ച് ക്ലോസ് ചെയ്യുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം അറ്റ് ലാസ്റ്റ് ഇവിടെ വെച്ചും സെമിക്കോളൻ ക്ലോസ് ചെയ്യുക. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തൊരു കോൺസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ കോൺസ്റ്റ് എന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഇതിന് പേര് മീ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഇവിടെ വന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഒബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റ് എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ നേരത്തെ കൊടുത്ത ആ കോൺസ്റ്റന്റിന്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പേര് നമ്മൾ പ്യൂപ്പിൾ എന്നാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ വന്ന് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീ ഡോട്ട് നെയിം എന്താണോ നമുക്ക് പേര് വേണ്ടത് അത് നമുക്കിവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഞാൻ ജസ്റ്റ് ഒരു പേര് ചേർത്ത് കൊടുത്തു. അതിനുശേഷം മീ ഡോട്ട് ഈസ് നെയിം, നേരത്തെ ഹീസ് ഹ്യൂമൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിന് നമ്മളൊരു വാല്യൂ ട്രൂ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് മീ ഡോട്ട് പ്രിന്റ് ആ വാല്യൂ നമുക്കിവിടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് പ്രിന്റ് ഇൻട്രോഡക്ഷൻ എന്നും കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ പേജ് ഒന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിപ്പിക്കുന്നത് സാധാരണ നമ്മൾ എവിടെയാണോ ഫയൽ സേവ് ചെയ്തത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്പെക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ കൺസോളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണിച്ചു തരും മൈ നെയിം ഈസ് അനു ആൻഡ് ഐ ആം ഹ്യൂമൻ എന്നുള്ളിടത്ത് നമുക്കിവിടെ വന്ന് ട്രൂ എന്നും നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് വെച്ചിട്ടുള്ള ഫസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ ചെയ്തത്. ഇതിൻ്റെ സോഴ്സ് കോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സോഴ്സിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിവിടെ കൊടുത്ത സോഴ്സ് കോഡ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ എന്നിട്ട് ഇവിടെ വന്ന്
ഫ്രൂട്ട്സ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ബ്രാക്കറ്റ് സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്നു ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഒരു ഫ്രൂട്ട്സിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ആപ്പിൾ എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് അടുത്തൊരു ഫംഗ്ഷന് കൂടി ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ്റെ പേര് ഫൺ എന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ അടുത്തത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രൂട്ട്സ് ഡോട്ട് കാൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് ദിസ് എന്നും ചേർത്ത് കൊടുക്കുക. ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അറ്റ് ലാസ്റ്റ് ഇവിടെ വന്ന് വീണ്ടും നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം ഫൺ ഡോട്ട് പ്രോട്ടോടൈപ്പ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റ് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ നേരത്തെ കൊടുത്ത ആ ഫംഗ്ഷൻ്റെ പേരായ ഫ്രൂട്ട്സ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഡോട്ട് പ്രോട്ടോടൈപ്പ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഇനി വീണ്ടും നമ്മളിവിടെ ഒരു കോൺസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വന്ന് കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം ഇതിന് നമ്മളൊരു പേര് കൊടുത്തു ആപ്പിൾ. ഓക്കെ, APP എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ന്യൂ ഫംഗ്ഷൻ്റെ പേരായത് നേരത്തെ നമ്മൾ കൊടുത്ത ഫംഗ്ഷൻ്റെ പേര് FUN എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ചേർത്ത് കൊടുക്കുകയാണ് കൺസോൾ ഡോട്ട് ലോഗ് എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആപ്പ് ഡോട്ട് നെയിം എന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് റണ്ണ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ആപ്പിൾ എന്ന പേരായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. എന്താണോ നമ്മൾ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വാല്യൂ ചേർത്ത് കൊടുത്തത് അതായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇതേ രൂപത്തിൽ തന്നെ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് വേറൊരു പ്രോഗ്രാം കൂടി ചെയ്യാം. നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് നമുക്ക് തുടങ്ങാം. അതിനുശേഷം ഞാനിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി. അതിനുശേഷം നമ്മളിവിടെ ഒരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ്റെ പേര് ഫ്രൂട്ട്സ് എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് നമ്മളിവിടെ വന്ന് തുറന്നതിന് ശേഷം ഇതിന് നമ്മൾ ഓക്കെ ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു ഒരു ഫ്രൂട്ടിൻ്റെ പേരെന്താണെങ്കിൽ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് നേരത്തെ കൊടുത്ത രൂപത്തിൽ തന്നെ ആപ്പിൾ എന്ന് തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെമിക്കോളൻ ഇട്ടു. അതിനുശേഷം രണ്ടാമത്തത് ദിസ് ഡോട്ട് സീസൺ എന്നിട്ട് കൊടുത്തു. സീസൺ ഓക്കെ, ഇതിന് നമ്മൾ ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് വിൻ്റർ എന്നുകൂടി ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ വന്ന് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തൊരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്നിട്ടതിന് ശേഷം ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ വന്ന് ആപ്പിൾ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ഇവിടെ വന്ന് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഫ്രൂട്ട്സ്. നമ്മൾ കൊടുത്ത ഫ്രൂട്ട്സിൻ്റെ പേര് ഡോട്ട് കാൾ എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ദിസ് എന്ന് കൂടി ചേർത്ത് കൊടുക്കുക. സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതിന് ശേഷം നമ്മളിവിടെ വന്ന് നമ്മളെ ഫംഗ്ഷൻ്റെ പേരായ ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫംഗ്ഷൻ്റെ പേരായ ആപ്പിൾ എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് പ്രോട്ടോടൈപ്പ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ കൊടുത്ത എന്താണോ നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൂട്ട് ഡോട്ട് എന്നിട്ട് നമുക്ക് പ്രോട്ടോടൈപ്പ് എന്നും ഇവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, പ്രോട്ടോടൈപ്പ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിൻ്റെ താഴെ അടുത്തൊരു കോൺസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം ഈക്വൽ ടു ആപ്പ് ഫംഗ്ഷൻ്റെ പേരായ ഒരു ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈക്വൽ ടു ന്യൂ ആപ്പിൾ. നേരത്തെ നമ്മൾ ആ കൊടുത്ത ആ ഫംഗ്ഷൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഫംഗ്ഷൻ ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിതിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കാം. വാല്യൂ പ്രിന്റ് ചെയ്യാൻ ഇവിടെ വന്ന് കൺസോൾ ഡോട്ട് ലോഗ് എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ആപ്പ് ഡോട്ട് നെയിം. അപ്പോൾ ഇവിടെ നമുക്ക് നെയിം എന്താണോ അത് പ്രിന്റ് ചെയ്ത് വരും. കോമ ആപ്പ് ഡോട്ട്
സീസൺ. അപ്പോൾ നമുക്കതിൻ്റെ സീസൺ എന്താണോ അതും നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി സെമിക്കോളൻ വെച്ച് ക്ലോസ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൻ്റെ ഉള്ളിൽ ആപ്പിൾ അതേപോലെ തന്നെ വിൻ്റർ എന്നും നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. ആദ്യം തന്നെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്താണോ നമ്മളെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂ എന്താണോ അതും, രണ്ടാമത്തേത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഏതാണോ സീസൺ എന്നുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് മെത്തേഡ് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുക എന്നും അതെങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.